പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് കൊളോയിഡ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അടുത്ത് നമുക്ക് ഈ കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. എങ്ങനെ കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടി പറയാം. എന്തായിരുന്നു കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? പാർട്ടിക്കിൾ സൈസ് ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ. ഇങ്ങനല്ലേ പറഞ്ഞത്? 1 to 1000 നാനോമീറ്ററിൻ്റെ അടക്കമുള്ളതാണ് കൊളോയിഡ്സ്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പറേഷനിൽ രണ്ട് രൂപത്തിലാകാം. ഒന്ന് ലെസ് ദാൻ 1 നാനോമീറ്റർ ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ഉള്ളതാണെങ്കിൽ. നോക്കടാ, ഈ ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ഉള്ളതാണെങ്കിൽ ആ പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വലിയ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിനെ പൊടിച്ചിട്ട് വേണ്ടി വരും, ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേണം കണ്ടെത്തിക്കാൻ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. സാധാരണ ഡിസ്പേർഷൻ എന്ന് വിളിക്കും അതിനെ പൊടിക്കുന്നത്. അതേസമയം ലെസ് ദാൻ 1 നാനോമീറ്റർ ആണെങ്കിൽ അതിനെ അഗ്രിഗേറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ സാധാരണ വിളിക്കും കണ്ടൻസേഷൻ. അപ്പോൾ ഡിസ്പേർഷനും ഉണ്ട്, കണ്ടൻസേഷൻ. ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ പാർട്ടിക്കിളിനെ ചെറുതാക്കുന്നത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പാർട്ടിക്കിളിനെ വലിയ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ലയോഫിലിക് കൊളോയിഡ്, എങ്ങനെ ലയോഫിലിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുക? ഒരു പ്രശ്നമില്ലല്ലോ. നമ്മളെന്താ പറഞ്ഞത്? നേരെ ഡിസ്പേർഷൻ മീഡിയ എടുക്കുക, അതിൽ ഡിസോൾവ് ചെയ്യുക. സ്റ്റാർച്ച് കൊളോയിഡ് എങ്ങനെ എടുക്കുക? സ്റ്റാർച്ച് പൗഡർ എടുക്കുക, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. സോപ്പ് കൊളോയിഡ് എങ്ങനെ എടുക്കുക? വെള്ളത്തിൽ സോപ്പ് ഡിസോൾവ് ചെയ്യുക. ഇത്രയല്ലേ ഉള്ളൂ, എളുപ്പമല്ലേ അത്? പക്ഷെ നമ്മൾ ഈ പറയുന്ന മെത്തേഡുകളൊക്കെ കാര്യമായിട്ട് ഏതിനെടുക്കുന്നത്? ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷനിൽ അതാണ് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് നോക്കും. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിൽ കെമിക്കൽ മെത്തേഡാണ് ആദ്യം പറയുന്നത്. ഈ കെമിക്കൽ മെത്തേഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഡബിൾ ഡീകമ്പോസിഷൻ ഉണ്ട്, അതേപോലെ ഓക്സിഡേഷൻ ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? റിഡക്ഷൻ ഉണ്ട്, ഹൈഡ്രോളിസിസ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എന്താണ് ഈ ഡബിൾ ഡീകമ്പോസിഷൻ? നമ്മൾ പഠിച്ച ചില റിയാക്ഷൻസ് ആണ് അതൊക്കെ. ആഴ്സനിക് ഓക്സൈഡ് As2O3, ഇതിൽ H2S ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ As2S3, ഇത് കൊളോയിഡ് ആണ്, പ്ലസ് H2O. ആഴ്സനിക് സൾഫൈഡ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ റിയാക്ഷൻ ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. കാണാതെ പഠിച്ചു വെച്ചോണം. ആഴ്സനിക് ഓക്സൈഡും H2Sഉം കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ആഴ്സനിക് സൾഫൈഡ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ശരിയല്ലേ അത്? ഇനി അടുത്ത്, അപ്പോൾ അത് ഡബിൾ ഡീകമ്പോസിഷൻ. ഇതൊക്കെ സാധാരണ നമ്മൾ എന്തിനാ എക്സാമ്പിൾ കൊടുക്കുക അറിയോ? ഡിസ്പേർഷൻ അല്ല, കണ്ടൻസേഷൻ മെത്തേഡാണ് സാധാരണ ഈ കെമിക്കൽ മെത്തേഡുകളൊക്കെ. പിന്നെ അടുത്ത സൾഫർ കൊളോയിഡ് ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ചെയ്യുന്ന മെത്തേഡ് H2S ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡൈസ് ചെയ്യാൻ നല്ലത് ഒന്നെങ്കിൽ ബ്രോമിൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ SO2 അതിലൂടെ പാസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയല്യൂട്ട് HNO3 ആയാലും മതി. ഡയല്യൂട്ട് HNO3 അന്നേരമൊക്കെ റിയാക്ഷൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുക. സൾഫർ കൊളോയിഡ് കിട്ടും, പ്ലസ് 2HBr. ഇത് സൾഫർ കൊളോയിഡ്. SO2, അപ്പോൾ ഇവിടെ റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഒന്നെങ്കിൽ H2S പാസ്ഡ് ത്രൂ എന്തിലൂടെയാണ്? ബ്രോമിൻ വാട്ടർ, അല്ലെങ്കിൽ SO2, അല്ലെങ്കിൽ ഏതാണ്? ഡയലൂട്ട് HNO3. നോക്ക് ഇവിടെ റിയാക്ഷൻ ഏതാ കിട്ടുന്നത്? SO2 ആയിട്ടാണ് റിയാക്ഷൻ എങ്കിൽ H2S, സൾഫർ കൊളോയിഡും ഉണ്ട്, പിന്നെ H2O ഉണ്ട്. ഡയലൂട്ട് HNO3 ആണ് ഇതേപോലെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സൾഫർ കൊളോയിഡ് ഉണ്ടാവും, NO പ്ലസ് H2O. മനസ്സിലാവുന്നുണ്ടോ? അത് ഇതൊക്കെ നമ്മൾ എന്തിനാ എക്സാമ്പിൾ കൊടുത്ത്? ഓക്സിഡേഷന്. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ഓക്സിഡേഷൻ. ഇനി അടുത്ത് നോക്കിയാൽ നിങ്ങൾ റിഡക്ഷൻ. ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ആട്ടോ, സ്റ്റാൻഡേർഡ് 1 റിഡക്ഷൻ. എന്താ റിഡക്ഷൻ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, AuCl3 ഗോൾഡ് ക്ലോറൈഡ് ആണ്. ഗോൾഡ് 3 ക്ലോറൈഡ്, 3 എന്നുള്ളതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്ലസ് 3 ഗോൾഡ് ക്ലോറൈഡ്. എന്തൊക്കെയാ അവിടെ റിഡക്ഷന്? എന്തൊക്കെയാ റെഡ്യൂസിങ് ഏജന്റ്? HCOOH അല്ല HCHO ഫോർമാൽഡിഹൈഡ്, HCHO ഫോർമാൽഡിഹൈഡ് പ്ലസ് H2O. നിങ്ങൾക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക നോക്കൂ? ഗോൾഡ് സോള് പ്ലസ് HCOOH പ്ലസ് HCl. ഇങ്ങനെയല്ലേ ഇവിടെ കിട്ടിയത്? നോക്കൂ, പ്രോഡക്റ്റ് നോക്കൂ. ഇവിടെ ഗോൾഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നല്ലേ? ഇവിടെ എത്തുമ്പോഴേക്ക് അത് 0 ആയിട്ട് മാറിയില്ലേ? അപ്പൊ റിഡക്ഷൻ അല്ലേ? സോ റിഡക്ഷൻ ആണ് അടുത്ത മെത്തേഡ്. ഗോൾഡ് കൊളോയിഡ് ഉണ്ടാക്കാൻ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നു. ഇത് എവിടെയൊക്കെയോ ഒബ്ജക്റ്റീവിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെച്ചാണ് ഫോർമാൽഡിഹൈഡിന്റെ ഒരു യൂസ് ഗോൾഡ് കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഗോൾഡ് ക്ലോറൈഡിൽ നിന്ന് ഗോൾഡ് കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ അത്? ഓക്കെ. ഇതേപോലെ വേറൊന്നും കൂടി ഒപ്പം നിങ്ങൾ കേട്ടോ. AuCl3 പ്ലസ് SnCl2 tin 2 ക്ലോറൈഡ് റിയാക്ട് ചെയ്താൽ എന്തായിട്ടാ മാറുക? Au പ്ലസ് SnCl4. നിങ്ങൾ ബാലൻസ് ചെയ്താൽ മതി. ഇങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതും റിഡക്ഷൻ ആണ്. റിഡക്ഷൻ വേറൊരു എക്സാമ്പിൾ ആണത്.
മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഗോൾഡ് കൊളോയിഡ് ഉണ്ടാക്കാനുള്ള 2 മെത്തേഡ്, അതിൽ റിഡക്ഷൻ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ചിട്ടും സ്റ്റാനസ് ക്ലോറൈഡ് അല്ലെങ്കിൽ ടിൻ 2 ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടും. ഓക്കെ, ദെൻ ഇനി അടുത്തത് നാലാമത്തെ റിയാക്ഷൻ FeCl3 ഫെറിക് ക്ലോറൈഡ് പ്ലസ് H2O. എന്താ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്? FeOH ത്രൈസ് ഹൈഡ്രോളിസിസ് ആണ് റിയാക്ഷൻ, പ്ലസ് HCl ഹൈഡ്രോളിസിസ്. അപ്പോൾ 4ാമത്തെ മെത്തേഡ്. അപ്പോൾ കെമിക്കൽ മെത്തേഡിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓക്സിഡേഷൻ പറഞ്ഞു, റിഡക്ഷൻ പറഞ്ഞു, ഡബിൾ ഡീകമ്പോസിഷൻ, അതേപോലെ വേറൊന്ന് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഗോൾഡ് കൊളോയിഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു ഗോൾഡിന്റെ റിഡക്ഷൻ മെത്തേഡ്. പിന്നെ ആഴ്സനിക് സൾഫൈഡ് കൊളോയിഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് അതാ പറഞ്ഞ ഡബിൾ ഡീകമ്പോസിഷൻ. ഇതൊക്കെ ഓരോന്ന് പഠിച്ചു വെച്ചേക്കുക. സൾഫർ കൊളോയിഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് നമ്മൾ എന്താ പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ. ഈ സൾഫറിന്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ വേറെ ചില മെത്തേഡൊക്കെ ഉണ്ട്, നമ്മൾ ഇനി പറയുന്നില്ല. നിങ്ങൾ നല്ല ബുക്കൊക്കെ നോക്കി അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു മെത്തേഡാണത്. അതിൽ ഈ ചേഞ്ച് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഈ സൾഫർ ദെൻ കാർബൺ ഡൈ സൾഫൈഡിൽ ഡിസോൾവ് ചെയ്യും. കാർബൺ ഡൈ സൾഫൈഡ് ദെൻ അതിൽ ഡിസോൾവ് ചെയ്യുന്ന സാധനം. നമ്മൾ കാർബൺ ഡൈ സൾഫൈഡിൽ ഈ സൾഫർ ഡിസോൾവ് ചെയ്തിട്ട് എന്നിട്ട് വെള്ളം അതിലേക്ക് ഒഴിക്കും, സോൾവെന്റ് അങ്ങ് മാറ്റും, വെള്ളം കൂടുതൽ ഒഴിക്കിടും. അപ്പോൾ ദെൻ ഓക്കെ ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ കൊളോയിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് സോൾവെന്റ് എന്നുള്ളൊരു മെത്തേഡൊക്കെ ഉണ്ട്. ഓക്കെ, കാർബൺ ഡൈ സൾഫൈഡിൽ സൾഫർ ഡിസോൾവ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് വാട്ടർ ഒഴിച്ചിട്ട് സോൾവെന്റ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കെമിക്കൽ മെത്തേഡിൽ. ഈ മെത്തേഡ് പറഞ്ഞ നേരത്തെ കെമിക്കൽ മെത്തേഡിലോട്ട് ചേഞ്ച് ഓഫ് സോൾവെന്റ് എന്നുള്ള വേറെ മെത്തേഡ്. ദെൻ ഇനി അടുത്ത് നോക്കും ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, ഇലക്ട്രിക്കൽ ആർക്ക് മെത്തേഡ്, ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് സാധാരണ കൊളോയിഡൽ സോൾസ് ഓഫ് മെറ്റൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. ഗോൾഡ്, പ്ലാറ്റിനം, ഇങ്ങനെയൊക്കെ. ഗോൾഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു കേട്ടോ, ഗോൾഡ് 3 ക്ലോറൈഡിന്റെ റിഡക്ഷൻ. ഇനി വേറെ പ്ലാറ്റിനം, സിൽവർ, അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ മെത്തേഡാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഐസ് ബാത്ത് എടുക്കും ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ അത് എടുത്താൽ മതി. ഇവിടെ വാട്ടർ എന്നിട്ട് 2 ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്യും. 2 ഇലക്ട്രോഡ് നിങ്ങൾ ഗോൾഡ് കൊളോയിഡാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ ഗോൾഡിൻ്റെ 2 ഇലക്ട്രോഡ് വെക്കും, എന്നിട്ട് ചരിച്ച് വെക്കും. ദെൻ ഇവിടെ ഹൈ വോൾട്ടേജ് പാസ് ചെയ്യും. ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ 2 ഇലക്ട്രോഡ് ഇങ്ങനെ വെച്ചുള്ളൂ. ഹൈ വോൾട്ടേജ് കൊടുത്താൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു തീപ്പൊരി ഇങ്ങനെ ഉണ്ടാവുന്നത് കാണാം, ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. നമ്മൾ പ്ലാനറ്റോറിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം 2 ഇലക്ട്രോഡ് ഇങ്ങനെ ചെരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഹൈ വോൾട്ടേജ് പാസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ സ്വിച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ആ ഇലക്ട്രിക് ആർക്ക് ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നത് കാണാം. പക്ഷേ എയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. പോട്ടെ, അപ്പോൾ ആ ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുമ്പോൾ വെരി ഹൈ വോൾട്ടേജ് ആണ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുമ്പോൾ ഇവിടെ വെരി ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹൈ ടെമ്പറേച്ചറിൽ ഈ മെറ്റൽ വേപ്പറൈസ് ചെയ്യും. ഗോൾഡോ പ്ലാറ്റിനോ സിൽവർ ഒക്കെ വേപ്പറൈസ് ചെയ്യും. അങ്ങനെ വേപ്പറൈസ് ചെയ്ത മെറ്റൽ പിന്നെ കണ്ടൻസ് ചെയ്യും. ആ വേപ്പറൈസ് ചെയ്ത മെറ്റൽ അല്ല കേട്ടോ, വേപ്പറൈസ് ചെയ്ത മെറ്റൽ എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്തിട്ട് കൊളോയിഡൽ സൈസിലേക്ക് മാറും. അപ്പോൾ അത് കൊളോയിഡ് ആയിട്ട് മാറും. ഇതിനാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി എന്തൊക്കെയുണ്ട്? ആദ്യം വലിയ പാർട്ടിക്കിൾ ചെറുതായി ഡിസ്പേർഷൻ ഉണ്ട്. പിന്നെ വേപ്പറൈസ് ചെയ്ത ആൾ കുറച്ചുകൂടി കൂടിയിട്ടാണ് കൊളോയിഡ് ആവുന്നത്. അപ്പോൾ കണ്ടൻസേഷനും ഉണ്ട്. ഒക്കെ ഒബ്ജക്റ്റീവിൽ ചോദിച്ചാണ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ ഡിസ്പേർഷനും ഉണ്ട്, കണ്ടൻസേഷനും ഉണ്ട്. സോ ഇത് എങ്ങനെയുള്ള ആൾക്കാരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മെറ്റൽസിന്റെ സോൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സാധാരണ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താ കൊടുത്തെന്താണ്? ദിസ് പ്രോസസ് ഇൻവോൾവ് ഡിസ്പേർഷൻ ആസ് വെൽ ആസ് കണ്ടൻസേഷൻ. ഓക്കെ, in this method electrical arc is struck between electrodes of metal immersed in dispersion medium. dispersion mediaത്തിൽ ഡിപ്പ് ചെയ്ത ആ ഇലക്ട്രോഡുകൾക്കിടക്ക് ഒരു ഇലക്ട്രിക്കൽ ആർക്ക് ഉണ്ടാക്കുന്നുള്ള ഹൈ വോൾട്ടേജ് പാസ് ചെയ്തിട്ട് the intense heat produced vaporizes the metal which then condenses to form particles of colloidal size. ആ വെരി ഹൈ ടെമ്പറേച്ചറിൽ ഇതെന്ത് ചെയ്യും? ഹീറ്റ് then ഇത് വേപ്പറൈസ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? കണ്ടൻസസ് ടു പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസ്. ബുദ്ധിമുട്ടില്ല അത്. ഓക്കെ, ഇതിനാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ആ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ആർക്കും ഉപയോഗിക്കുക? ദെൻ മെറ്റൽ കൊളോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി 2 ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്യും, വെരി ഹൈ വോൾട്ടേജ് പാസ് ചെയ്യും. ആ വെരി ഹൈ വോൾട്ടേജിൽ ദെൻ ഇലക്ട്രിക്കൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. മെറ്റൽ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽ വേപ്പറൈസ് ചെയ്യും. എന്നിട്ട് അത് കണ്ടൻസ് ചെയ്തിട്ട് കൊളോയിഡ്സ് ഫോം ചെയ്യും. അപ്പോൾ കൊളോയിഡൽ ഗോൾഡ് ഒക്കെ ഉണ്ടാക്കാൻ 2 മെത്തേഡ് പറഞ്ഞു കേട്ടോ. ഒന്ന് ഇതും പറഞ്ഞു, ഒന്ന് നേരത്തെ റിഡക്ഷനും പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി അടുത്ത വേറൊരു മെത്തേഡാണ് പെപ്റ്റൈസേഷൻ എന്നുള്ളത്. എന്താ ഈ പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം? ന്യൂലി ഫോംഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി മാറ്റുക. അതിലേക്ക് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക, ഡിസ്പേർഷൻ മീഡിയ ആഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്താൽ മതി.
എങ്ങനെയാണോ? Then peptization may be defined as the process of converting a precipitate into colloidal salt by shaking with the dispersion medium in the presence of small amount of suitable electrolyte. ഓക്കെ, അതിനാണ് പെപ്റ്റൈസേഷൻ. പേര് കേട്ട വലിയ സംഭവം, അതുകൊണ്ട് തന്നെ എക്സാമിന് കാണലുണ്ട്. ഇപ്പൊ FeOH ത്രൈസ് കൊളോയിഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇത് ഉണ്ടാക്കൽ എങ്ങനെ അറിയോ? ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കും. ആദ്യം ന്യൂലി ഫോംഡ് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ അയണിന്റെ കോമ്പൗണ്ടിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കി അത് വലിയ പാർട്ടിക്കിളാണ്. ഓക്കെ, ഇതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്ത് കുറച്ച്, എന്നിട്ട് ഇതിൽ വാട്ടർ കൊണ്ട് ഡിസ്പേർഷൻ മീഡിയം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തു. ഷെയ്ക്ക് ചെയ്താൽ അത് കൊളോയിഡ് ആയിട്ട് മാറും. എങ്ങനെയാ മാറിയത്? കൺവേർഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡ് ബൈ ഷെയ്ക്കിംഗ് വിത്ത് ഡിസ്പേർഷൻ മീഡിയം ആൻഡ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പെപ്റ്റൈസേഷൻ. എക്സാമ്പിൾ, ഫെറിക് ഹൈഡ്രോക്സൈഡിലേക്ക് ഫെറിക് ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് കൊളോയിഡ് ആയിട്ട് മാറും. ആക്ച്വലി സംഭവിക്കല് ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് ചെറിയ പാർട്ടിക്കിൾസിന്റെ മുകളിൽ കുറച്ചെണ്ണം കൂടിയിട്ട് അതിന്റെ മുകളിൽ Fe3+ മൂപ്പര അബ്സോർബ് ചെയ്യും. Fe3+ ഈ ഫെറിക് ക്ലോറൈഡിലുള്ള Fe3+ അപ്പൊ അതിന് പോസിറ്റീവ് ചാർജായി. അടുത്ത ആളും ഇതേപോലെ തന്നെ ഉണ്ടാവും Fe3+. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് അതിന് കോമൺ ആയിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിൽ അയോണിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനും പോസിറ്റീവ് ചാർജ് ആയിട്ടുണ്ടാവും. രണ്ട് ചാർജ് ഒരേപോലെ വരുമ്പോൾ അവരെന്തായിരിക്കും? റിപ്പൾഷൻ ആയിരിക്കും. ഇതാണ് കൊളോയിഡ്. ഇത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, ചാർജിൽ വരുന്നുണ്ട്. ഓക്കെ, പെപ്റ്റൈസേഷൻ. അതിനിടയ്ക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ പറയുമ്പോൾ FeCl3 പറയും പെപ്റ്റൈസിങ് ഏജന്റ് എന്ന് പറയും. ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കോൾഡ് പെപ്റ്റൈസിങ് ഏജന്റ്. ദിസ് മെത്തഡ് ഈസ് അപ്ലൈഡ് ജനറലി ടു കൺവേർട്ട് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡൽ സോൾ. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഇത്രയാണ് കാര്യമായിട്ട് പഠിക്കുന്നത്. ഒന്ന് കെമിക്കൽ മെത്തേഡ്, അതിൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ആൻഡ് പിന്നെ ഏതായിരുന്നു ഒന്നുകൂടി പറഞ്ഞത്? ഹൈഡ്രോളിസിസ്. രണ്ടാമത്തത് ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, മൂന്നാമത്തത് പെപ്റ്റൈസേഷൻ. എക്സാമിന് എല്ലാം ചോദിക്കലുണ്ട്, നന്നായിട്ട് പഠിച്ചേക്ക്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് എന്നുള്ള പാർട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ മതി. ഇനിയുണ്ട് കേട്ടോ, നല്ല പുസ്തകങ്ങൾ നോക്കിയാൽ മെക്കാനിക്കൽ മെത്തേഡ് ഉണ്ട്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു സോൾവെന്റ് ചേഞ്ച് ചെയ്തിട്ടുള്ള മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡ് ഉണ്ട്. തൽക്കാലം ഇത്രയും മതി. നമുക്ക് ടെക്സ്റ്റിൽ പറയുന്ന മെത്തേഡുകൾ ഇത്രയാണ്. ഇനി നമുക്ക് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് എന്നുള്ള പാർട്ടിലേക്ക് നോക്കാം. ഓക്കെ, അടുത്ത പാർട്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. എങ്ങനെ കൊളോയിഡ്സ് പ്യൂരിഫൈ ചെയ്യാന്നുള്ള. എന്താ കൊളോയിഡ്സിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കൊളോയിഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള മെത്തേഡ് പറഞ്ഞു. ഈ മെത്തേഡിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. ആ ഇമ്പ്യൂരിറ്റീസിനെ, അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ നമ്മൾ അതിൻ്റെ മിനിമത്തിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് purification of colloid. The process used for reducing the amount of then impurities to a requisite minimum is known as purification of colloid. Then അതാണ് കൊളോയിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ. അങ്ങനെ ഈ കൊളോയിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ നമ്മൾ 3 മെത്തേഡാണ്. ഒന്ന് ഡയാലിസിസ്, രണ്ടാമത്തെ ഇലക്ട്രോ ഡയാലിസിസ്, മൂന്നാമത്തെ അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഇതൊന്നും ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ഡയാലിസിസ് കേട്ടിട്ടുണ്ടാവും, ഫിൽട്ടർ ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട്. നോക്കാം, നമ്മൾ ഡയാലിസിസ് ആർക്കാണ് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, കിഡ്നി ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് ഡയാലിസിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് അതന്നെ, അതിൻ്റെ തിയറി അതന്നെ വരുന്നത്. ഡയാലിസിസ് നോക്കൂ. ഡയാലിസിസിൽ എന്താ സംഭവിക്കുന്നത് നോക്കുക. ആ പിക്ചറിൽ കണ്ടാൽ അറിയാം. നമ്മൾ എന്തായാലും എഴുതിയത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് from a colloidal solution by means of diffusion through a suitable membrane. എന്താണ് ഈ മെംബ്രെയിൻ്റെ പ്രത്യേകത? അപ്പം നമ്മൾ ഇവിടെ ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ ഇതിലൂടെ വാട്ടർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ ഔട്ട്ലെറ്റും ഉണ്ട്. ഫോഴ്സ്ഫുൾ ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു ഡയലൈസിങ് മെംബ്രെയിൻ ഉണ്ട്. ആനിമൽ ബ്ലാഡർ, ആനിമൽ മെംബ്രെയിൻസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്, പാർച്ച്മെന്റ് ബാഗ് ഒക്കെ ആകാം, അല്ലെങ്കിൽ സെല്ലോഫെയിൻ ഷീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതൊക്കെ ആകാം. എന്താവട്ടെ, ഈ സാധനത്തിൽ ചെറിയ ഹോൾസ് ഉണ്ട്. അതിലൂടെ ഇലക്ട്രോലൈറ്റ് മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. ഇലക്ട്രോലൈറ്റുകൾ NaCl, FeCl3. പക്ഷെ കൊളോയിഡൽ സൈസ് ഇതിനേക്കാളും കൂടുതലായതുകൊണ്ട് ഈ ഹോൾസിലൂടെ പുറത്തേക്ക് പോകില്ല. ആരാ പുറത്തേക്ക് പോകുന്നത്? അയോൺസ് ഒക്കെ. അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മൾ കൊളോയിഡ് എടുത്തിട്ടുള്ളത്. പ്യൂരിഫൈ ചെയ്യേണ്ട കൊളോയിഡ് എടുത്തിട്ട് നമ്മൾ ഇതിലൂടെ വാട്ടർ ഈ പാത്തിലൂടെ വാട്ടർ നന്നായിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ വാട്ടർ ഇതിലൂടെ കയറിയിട്ട് അതിൻ്റെ കൂടെ ഇലക്ട്രോലൈറ്റ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അവസാനം അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? കുറേ സമയം കഴിയുമ്പോൾ നല്ല കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് ഡയാലിസിസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? എന്താ? കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. ഇതാണ് മെത്തേഡ്. വായിച്ചു നോക്കൂ. സിൻസ് ദ പാർട്ടിക്കിൾസ്, ions or smaller molecules
in a true solution can pass through animal membrane or bladder or parchment paper cellophane sheet, but not the colloidal particle. Membranes can be used for dialysis. എന്താ അതിന്റെ പ്രത്യേകത എന്താ? അയോൺസ് ട്രൂ സൊല്യൂഷനിൽ ആൾക്കാരൊക്കെ പാസ് ചെയ്യും, പക്ഷെ കൊളോയിഡൽ സബ്സ്റ്റൻസ് പാസ് ചെയ്യൂല. The apparatus used for this purpose is called dialyzer. എന്നിട്ട് എന്താണ്? A bag of suitable membrane containing colloidal solid is suspended in a vessel through which water is continuously flowing. വാട്ടർ, വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യാം. The molecules and ions diffuse through the membrane into the outer water and pure colloidal solution is left behind. ഈ വെള്ളത്തിലേക്ക് നമ്മൾ അയോൺസ് പുറത്തേക്ക് വരും, ആര് വരൂല? കൊളോയിഡ് പുറത്തേക്ക് വരൂല. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഡയാലിസിസ്. അപ്പോൾ ഡയലൈസിങ് മെംബ്രെയിൻ ഉണ്ട്, ദെൻ അതിൻ്റെ ഡയലൈസിങ് മെംബ്രെയിൻ്റെ പ്രത്യേകത, ദെൻ അതിലൂടെ അതിൻ്റെ സ്മോൾ ഹോൾസ് ഉണ്ട്, അതിലൂടെ ഇലക്ട്രോലൈറ്റ് മാത്രമേ പുറത്തേക്ക് വരൂ, കൊളോയിഡ്സ് പുറത്തേക്ക് വരൂല. ദെൻ ഇതൊരു വെസലിൽ മുക്കി വെക്കും, ഡയലൈസിങ് മെംബ്രെയിനിൽ കൊളോയിഡ്, അതിലൂടെ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യും. അതല്ലേ നമ്മൾ മെത്തേഡ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഇത് ഡയാലിസിസ്. ഈ ഡയാലിസിസ് ആക്ച്വലി വളരെ സ്ലോ ആണ്. അപ്പോൾ ഡയാലിസിസ് ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്, 2 ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്യും. 2 ഇലക്ട്രോഡുകൾ ഓപ്പോസിറ്റ് ചാർജ് പ്ലസും മൈനസും ഫിറ്റ് ചെയ്യും. അന്നേരം അയോൺസ് ഇലക്ട്രോലൈറ്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ ഡയാലിസിസ്. അന്നേരം അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ ഡയാലിസിസ്. 2 ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഡയലൈസിങ് മെംബ്രെയിൻ അതൊക്കെ തന്നെയാണ് വരുന്നത്. വാട്ടർ പ്ലസ് ഇലക്ട്രോലൈറ്റ് പുറത്തേക്ക് വരും, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രോലൈറ്റ് വാട്ടർ, ഇവിടുന്ന് വാട്ടർ പ്ലസ് ഇലക്ട്രോലൈറ്റ് വരും. ഇതിനൊക്കെ അവിടെ കൊളോയിഡ് അവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിൽ ദ പ്രോസസ് ഓഫ് ഡയാലിസിസ് ഈസ് ക്വൈറ്റ് സ്ലോ. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ ബൈ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് if the dissolved substance in the impure colloidal solution is only an electrolyte ആണെങ്കിൽ. The process is then named as electrodialysis. The colloidal solution is placed in a bag of suitable membrane while pure water is taken outside. Electrodes are fitted in the compartment. The ion present in the colloidal solution migrate out to the oppositely charged colloid, then electrodes. ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് ഇത്ര പറഞ്ഞാലും മതി, dialysis can be made fast by applying 2 electrodes then in the vessel. That is called electrodialysis. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഡയാലിസിസ്. അപ്പോൾ ആ മെത്തേഡും കഴിഞ്ഞു. എന്താണ് ഡയാലിസിസ്, അതേപോലെ ഇലക്ട്രോഡയാലിസിസ്, പ്യൂരിഫിക്കേഷൻ്റെ 2 മെത്തേഡുകൾ കഴിഞ്ഞു. ഇനി അടുത്തത് അൾട്രാ ഫിൽട്രേഷൻ. എന്താണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ഒരു ഓർഡിനറി ഫിൽട്ടർ പേപ്പർ എടുത്താലും ആ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ എടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ഹോൾസിൻ്റെ സൈസ് അതിനേക്കാളും കുറവാണ് നമ്മളെ കൊളോയിഡിൻ്റെ സൈസ്. അപ്പോൾ ആ കൊളോയിഡ് എങ്ങനെ ഈ ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൻ്റെ ഹോൾസിൻ്റെ സൈസിനേക്കാളും ചെറുതാണ് കൊളോയിഡ്സിൻ്റെ സൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഓർഡിനറി ഫിൽട്ടർ പേപ്പറാണ് എടുത്തതെങ്കിൽ അതിലൂടെ കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ കൊളോയിഡ് ഈ ഹോൾസിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യം ഈ ഫിൽട്ടർ പേപ്പറിനെ നമ്മൾ എന്താക്കി മാറ്റണം? അൾട്രാ ഫിൽട്ടർ പേപ്പർ ആക്കി മാറ്റണം. നമുക്കറിയാം, ഇപ്പം നമ്മൾ വീട്ടിൽ സാൻഡൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു അരിച്ചെടുക്കുന്ന അരിപ്പകളുണ്ട്. ഇതേപോലെ ജോബ് പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന വലുത്. അതിലാണോ നമ്മൾ വീട്ടിൽ അരി പൊടിച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത്? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിൽട്ടർ അല്ലല്ലോ. അത് നമ്മൾ ഉപയോഗിച്ചിരുന്ന തരിപ്പ് ചെറുതായിരുന്നു, ഇതേപോലെ വളരെ ചെറിയ ഫൈൻ പൗഡറാക്കി മാറ്റാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കിതിന് വേണ്ടി അരി പൊടിക്കാൻ ഉപയോഗിക്കാം. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഹോൾസിൻ്റെ സൈസ് എന്ത് ചെയ്യണം? ചെറുതാക്കണം എന്നല്ലേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഈ ഫിൽട്ടർ പേപ്പറിലുള്ള ഇതിൻ്റെയൊക്കെ സൈസ് കുറക്കണം. ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് കുറക്കുക? സൈസ് കുറക്കാൻ ചെയ്യുന്നത് ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൻ്റെ ഹോൾസിൻ്റെ സൈസ് കുറക്കാൻ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ കൊളോഡിയോൺ എന്ന് പറഞ്ഞ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നത്. എന്താ കൊളോഡിയോൺ എന്ന് പറഞ്ഞാൽ? എന്താ? 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ എന്നാണ്. 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ, വാട്ടർ അല്ല ഈതർ. ഓക്കെ, അപ്പോൾ അതിൽ മുക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറോ? ഇതിൻ്റെ വക്കിലൊക്കെ ഈ കൊളോഡിയോൺ സബ്സ്റ്റൻസ് പറ്റിപ്പിടിക്കും. ഇതിൻ്റെ ഒക്കെ വക്കിൽ, ഈ ഹോൾസിൻ്റെ ഒക്കെ വക്കിൽ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ ഹോൾസിൻ്റെ സൈസ് കുറയും.
അപ്പോൾ എന്നിട്ട് അത് ഉണക്കിക്കഴിഞ്ഞാൽ അത് അൾട്രാ ഫിൽട്ടർ പേപ്പറായി മാറി. എന്നിട്ട് അതിലൂടെ നമ്മൾ കൊളോയിഡ് ഒഴിച്ചാൽ ആ കൊളോയിഡൽ പാർട്ടിക്കിൾ അവിടെ തങ്ങിക്കിടക്കും, ഡിസ്പേർഷൻ മീഡിയം മാത്രം പുറത്തേക്ക് പോകും. എന്നിട്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിസ്പേർഷൻ മീഡിയം ആഡ് ചെയ്താൽ മതി. ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ എന്താ വേണ്ട, എന്താ നോക്കിക്കോ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ഫ്രം ദ ഇംപ്യൂരിറ്റീസ് യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽട്ടർ പേപ്പർ കാൾഡ് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഓർ അൾട്രാ ഫിൽട്ടേഴ്സ്. ഇങ്ങോട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിപ്പിംഗ് ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ഇൻ എ കൊളോഡിയോൺ സൊല്യൂഷൻ. എന്താ കൊളോഡിയോൺ സൊല്യൂഷൻ? എ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. എന്നിട്ട് when colloidal particles are filtered using ultra filters, the salt particles retain on the filter paper while impurities and the electrolytes are passed through it. When these salt particles are suspended in suitable dispersion medium, we get a colloidal solution. അല്ലെങ്കിൽ കൊളോയിഡ് കിട്ടും, കൊളോയിഡൽ സോള് കിട്ടും. അപ്പോൾ നോക്ക്, ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ. എന്താ ഇപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ കൊളോഡിയോൺ മിക്സർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മേക്ക് അൾട്രാ ഫിൽട്ടർ പേപ്പർ. എന്താ കൊളോഡിയൻ മിക്സർ എന്ന് പറഞ്ഞാൽ? കൊളോഡിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? എ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലോസ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. അതിൽ ഡിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ദെൻ ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൻ്റെ ഹോൾസിൻ്റെ സൈസൊക്കെ കുറയും. എന്നിട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. അതിലൂടെ നമ്മൾ കൊളോയിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അവിടെ തങ്ങിക്കിടക്കും, ഡിസ്പേർഷൻ മീഡിയം പുറത്തേക്ക് വരും. എന്നിട്ട് ഇതിനെ നമ്മൾ സ്യൂട്ടബിൾ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്യുവർ കൊളോയിഡ് ആയിരിക്കും. ഈ മെത്തേഡിൻ്റെ പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ നമ്മൾ നോക്കൂ, 3 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് ഡയാലിസിസ്, രണ്ടാമത്തെ ഇലക്ട്രോ ഡയാലിസിസ്, മൂന്നാമത്തത് അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡും പ്രോപ്പർട്ടീസ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സും ആണ്. എന്തായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്? നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞു ഡിസ്പേർഷനും ഉണ്ട്, കണ്ടൻസേഷനും ഉണ്ട്. NCERT ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കെമിക്കൽ മെത്തേഡ്, അതിൽ തന്നെ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് രണ്ടാമത്തത്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് മൂന്നാമത്തത്. പെപ്റ്റൈസേഷൻ. എന്താ പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ന്യൂലി ഫോംഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റുന്ന മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്, ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ പ്രിപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് എന്നുള്ള പാർട്ട് തീർന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ് എന്നുള്ള പാർട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.